അങ്ങനെ തിരുവോണ ദിവസം വന്നെത്തി. അമ്മ രാവിലെ തന്നെ വന്ന് കോലമൊക്കെ ഇട്ട് തരാം കേട്ടോ. എനിക്കിതിൽ അത് അധികമൊന്നും അറിയത്തില്ല. എല്ലാത്തിലും അമ്മയാണ് എക്സ്പേർട്ട്. ഞാനും കുഞ്ഞിയും കൂടി അത്തപ്പൂക്കളം ഇടാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ ഒരു ഡിസൈനും ഒന്നും നോക്കിയിട്ടില്ല. ഞങ്ങളേതായിട്ടുള്ള രീതിയിൽ ഒരു ഡിസൈൻ അങ്ങ് വരച്ച് ഇടുകയാണ്. പണ്ട് സ്കൂളിൽ ഇട്ട ആ ഒരു എക്സ്പീരിയൻസിലാട്ടോ ഞാൻ ഇടുന്നത്. അല്ലെങ്കിൽ വിനീതാട്ടം ഉണ്ടായിരുന്നെങ്കിൽ വിനീതൻ്റെ ഇഷ്ടത്തിന് ഡിസൈനൊക്കെ വരച്ച് ഇടുമായിരുന്നു. പിന്നെ രാവിലെ തന്നെ റെഡിയായിട്ട് കോലി പോയി വന്നതിന് ശേഷം കേട്ടോ ഞാൻ സദ്യയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ തന്നെ ഏകദേശം 10 മണിയായി. അങ്ങനെ സദ്യയെല്ലാം റെഡിയാക്കി. അമ്മയും അപ്പയൊക്കെ ഉണ്ടായിരുന്നു സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനിടയിൽ വിനീതായിട്ട് ഓണക്കോടിയെല്ലാം ഇട്ട് ഫോട്ടോയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഓണക്കോടിയെല്ലാം ഇട്ട് കണ്ടപ്പോൾ. ഇനി സദ്യയെല്ലാം കഴിച്ചിട്ട് വേണം അനിയത്തിയുടെ വീട്ടിലോട്ട് പോകാൻ, കാരണം അവരും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ സദ്യ എന്ന് പറയുമ്പോൾ 1 മണിയായപ്പോൾ എല്ലാം ക്ലിയറായി. സകല ഐറ്റംസും ഞാൻ പ്രിപ്പയർ ചെയ്തു കേട്ടോ. അമ്മയും കൂടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ ഞാൻ അധികമൊന്നും ചെയ്യിപ്പിച്ചില്ല. അമ്മ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ബാക്കിയെല്ലാം ചെയ്തു. അങ്ങനെ സദ്യയെല്ലാം റെഡിയായി. ഞാനും അപ്പം എല്ലാം കഴിച്ചു. ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.